വാർത്തകൾ തുടർന്നു. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്ന പരാതി. 20 പവനോളമാണ് കാണാതായത്. ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത് ചുമതലയുണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിനായിരുന്നു. സ്വർണം കാണാനില്ലെന്ന് കാണിച്ച് നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും വിനോദ് മറുപടി നൽകിയിരുന്നില്ല. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലാണ് വഴിപാടിനായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദീപ്തി, ശബരിമലയിലെ ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദം വലിയ രീതിയിൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സമാനമായ രീതിയിൽ ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച ഏകദേശം 20 പവനോളം സ്വർണം ഉരുപ്പടികൾ കാണാനില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 2 ദിവസം മുൻപ് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ അമ്പല കമ്മിറ്റികളിൽ ചർച്ചയായി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ സ്വർണം കാണാനില്ലെന്നൊരു പരാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വിനോദിന് അന്ന് ചുമതല ഉണ്ടായിരുന്ന, വർഷങ്ങൾക്ക് മുൻപ് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല ഉണ്ടായിരുന്നത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വിനോദിനായിരുന്നു. അതുകൊണ്ട് തന്നെ വിനോദ് ഈ ഒരു സംശയ നിഴലിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ വിനോദിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യാതൊരു മറുപടിയും വിനോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസവും അമ്പല കമ്മിറ്റി മീറ്റിംഗിൽ നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനോദിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു നോട്ടീസ് നൽകിയതിനുള്ള ഒരു മറുപടിയും അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിൽ ഉന്നയിച്ച ആളുകളെല്ലാം തന്നെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയെല്ലാം ചെയ്തപ്പോൾ പോലും വിനോദിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായൊരു മറുപടി അന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഉയർന്നു വന്നിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു പരാതിയുമായി നിലവിൽ ക്ഷേത്രത്തിൽ 4 എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാറി മാറിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വിനോദിന് ശേഷം സജീവൻ എന്നയാളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അധികാരം ഏറ്റിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണ ഉരുപ്പടികളുടെ കസ്റ്റഡിയൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കെ കണക്കെടുപ്പിൽ 20 പവൻ സ്വർണം കാണാനില്ലെന്നായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് സജീവൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സജീവൻ വിനോദിന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വിനോദിന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിനോദിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്തതിന് ശേഷവും സജീവന് ശേഷം എത്തിയ ഹരിദാസനും അതുപോലെ തന്നെ ദിനേശനും സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 പേർ ഉൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സംഭവമെല്ലാം വലിയൊരു വിവാദമായതിന് തൊട്ടു പിന്നാലെ വിനോദ് ഈ സ്വർണം, അതായത് മാറ്റിവെച്ച ഈ ഒരു സ്വർണം തിരിച്ചേൽപ്പിക്കാം എന്ന കാര്യം ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ സ്വർണം എത്ര പവനോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഈ കാണാതായ ഉരുപ്പടികൾ തിരിച്ചു നൽകാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിന് ഈ വിനോദ് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികളും അതോടൊപ്പം തന്നെ ഹരിദാസനും ദിനേശനും അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതായത് വിനോദ് എത്ര പവൻ സ്വർണമാണ് താൻ മാറ്റിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് ഏകദേശം 20 പവനോളം സ്വർണമാണ് കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. 20 പവനോളം സ്വർണം മറ്റുള്ള ആളുകൾ വഴിപാടായി നൽകിയ ഉരുപ്പടികളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു 20 പവൻ സ്വർണം തന്നെ തനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ ക്ഷേത്ര ഭാരവാഹികളും അതോടൊപ്പം തന്നെ നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം പറയുന്ന ഒരു കാര്യം. ഏതായാലും വലിയൊരു വിവാദം തന്നെയാണ് ഈ ഒരു വിവാദം, അതായത് ശബരിമല വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബാലുശ്ശേരിയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത് ഏറ്റവും വലിയൊരു ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് ദീപ്തി. അഭിന, മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലും വഴിപാടായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. 20 പവനോളമാണ് കാണാതായത്. ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ചുമതല ഉണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിനായിരുന്നു. സ്വർണം കാണാനില്ലെന്ന് കാണിച്ച് നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും വിനോദ് മറുപടി നൽകിയിരുന്നില്ല. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.